നമസ്കാരം. ടാൻഡം PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ LSTSുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കുറച്ച് ദിവസമായി LSTSന്റെ അപ്ഡേഷൻ തന്നിട്ട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് ടെലഗ്രാം ചാനലൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ അപ്ഡേഷനൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊരു അപ്ഡേഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോയിൽ വരാതിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം നമുക്കറിയാം, 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാർച്ച് 17ാം തീയതി ഒരു പ്രതിപക്ഷ MLA ആയ UA ലത്തീഫിന്റെ ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടിയാണ്. ഈ LST സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അതിന് നൽകിയിട്ടുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോക്ക് കാരണം. ചില ആശങ്ക ഉളവാക്കുന്ന ചില വിഷയങ്ങൾ അതിലുണ്ട് ആ ഒരു ചോദ്യത്തിലും ഉത്തരത്തിലും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്ഡേഷനുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതോടൊപ്പം നിങ്ങൾ ടാൻഡം PSC എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. നമ്മുടെ ടാൻഡം PSC എന്ന ടെലഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അംഗമാവുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം, പിന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ 41-19 നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യമാണ്. 41-19. ഈ 41-19 ഒന്നാമത്തെ A എന്ന് പറയുന്ന പാർട്ടിൽ ചോദിക്കുന്നത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ എത്ര തസ്തികകളാണ് സംസ്ഥാനത്ത് ആകെ ഉള്ളതെന്നും നിലവിൽ എത്ര ഒഴിവുകൾ ഉണ്ടെന്നും വകുപ്പ് സംയോജനത്തിലൂടെ ഇതര വകുപ്പുകളിൽ നിന്നും നിയമിച്ച എത്ര പേർ നിലവിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരായി ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത്. അതിന് ഉത്തരത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ 81 ഒഴിവാണ് മാർച്ച് 31 വരെ കണക്ക് പ്രകാരം ഒഴിവുള്ളത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. 81 ഒഴിവുകൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരിലുണ്ട്. ഇവിടെ രണ്ടാമത്തെ ചോദ്യത്തിന് എല്ലാ ചോദ്യം കൂടി ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്ക് വേണ്ടത് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഇതിൽ 161 പേര് ഇപ്പം നിലവിൽ ഡയറക്ടർ സെക്രട്ടറിമാരായിട്ടുണ്ട്. അപ്പോൾ ഈ 220 പേരാണ് മൊത്തം ഡയറക്ടർ സെക്രട്ടറിമാർക്ക് മാറ്റി വെച്ചത് പഞ്ചായത്തുകളിൽ നിന്ന്. അതിൽ 161 പേര് ഇപ്പോൾ ഉണ്ട്. അതായത് ഒരു 59 ഒഴിവുകളാണ് നിലവിൽ ഡയറക്ടറിന് കിട്ടുക പഞ്ചായത്ത് വകുപ്പിൽ നിന്നും. അതിൽ 81 ഒഴിവ് മാർച്ച് 31 വരെ ഉണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ പുതിയ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ 59 പേർക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ നിയമനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യം നിലനിൽക്കുകയാണെങ്കിലാണ് പറഞ്ഞത്. പക്ഷെ അതിന് ചില പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ഉള്ള ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം അതുകൂടി നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് അവിടെ പറയുന്നത് എന്നുള്ളത്. അപ്പം അതിൽ C എന്ന ചോദ്യത്തിൽ ചോദിക്കുന്നത്, 59 ഒഴിവുകൾ നികത്താതെ നേരിട്ടുള്ള നിയമനത്തിനായി ഒഴിച്ചിട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ തസ്തികയിലേക്കുള്ള നിയമനത്തിന് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്റർവ്യൂ നടത്തി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാതിരുന്നിട്ടും, അതായത് എക്സാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാത്ത 59 പേർക്ക് വേണ്ടി എന്തിനാണ് ഒഴിച്ചിടുന്നത് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. അതായത് ഈ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാത്ത സ്ഥിതിക്ക് ഇത് ഒഴിച്ചിടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പ്രൊമോഷനിലൂടെ ആ ഒഴിവുകൾ നികത്തണം എന്നുള്ളതാണ് ഈ ചോദ്യകർത്താവിന്റെ ആവശ്യം. ചോദ്യകർത്താവ് ആർക്ക് വേണ്ടിയാണ് ചോദിച്ചത് എന്ന് ഇനിയുള്ള മറുപടിയിൽ നിന്ന്, അടുത്ത ചോദ്യത്തിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ചോദ്യകർത്താവ് കക്ഷിയല്ല, പ്രതിപക്ഷത്തിന്റെ MLA ആണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ 89 സീറ്റ് ഒഴിച്ചിട്ടതെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് 220 സീറ്റുകൾ ഡയറക്ടറിന് കൊടുക്കണം. ഈ ഡയറക്ടറിന് കൊടുക്കുമ്പോൾ 161 പേര് മാത്രമാണ് നിലവിൽ ഡയറക്ടർ ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള 59 സീറ്റ് ഒഴിച്ചിട്ടത് ഡയറക്ടർ സെക്രട്ടറിമാർ കൊടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു മറുപടിയാണ് ഈ സിക്ക് കൊടുക്കുന്നത്. ഇനി D എന്ന ചോദ്യത്തിൽ വരുന്നത്, നിലവിലുള്ള ഒഴിവുകൾ സ്ഥാനക്കയറ്റത്തിലൂടെ നികത്തണമെന്ന് ഏതൊക്കെ സർവീസ് സംഘടനകളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും അതിന്മേൽ സ്വീകരിച്ചിട്ടുള്ള നടപടി എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. അപ്പം വരുന്നത് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്കാണ്. ഏതോ ഒരു സർവീസ് സംഘടനയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ സെക്രട്ടറി തസ്തികയിലേക്കുള്ള ഒഴിവുകൾ സ്ഥാനക്കയറ്റം മുഖേന നികത്തണമെന്ന് ആവശ്യപ്പെട്ട് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. SEU അഥവാ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ ഒഴിവുള്ള സെക്രട്ടറിമാരുടെ സ്ഥാനക്കയറ്റം പ്രൊമോഷൻ മൂലം
നികത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അവർ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ചോദ്യം ഉന്നയിക്കുന്നത് തന്നെ. കാരണം ഇദ്ദേഹവും ഈ ഒരു സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയനും ഒരേ പാർട്ടിയുടെ വക്താക്കളാണ്. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന സംഘടനയുടെ പാർട്ടിയുടെ MLA തന്നെയാണ് ഈ പറയുന്ന UA ലത്തീഫ് എന്നറിയപ്പെടുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടി, SCU എന്ന സംഘടനയ്ക്ക് വേണ്ടിയാണ് ഈ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ SCU ഇങ്ങനെ ഒരു അപേക്ഷ തന്നിട്ടുണ്ട്. അതിന് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്ന് മറുപടി ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് നൽകിയിട്ടുള്ള മറുപടി. അതായത് ഇങ്ങനെ യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ 59 സീറ്റ് ഒഴിച്ചു വെക്കാതെ പെട്ടെന്ന് പ്രൊമോഷൻ മൂലം നികത്തണം. അവർ പറയുന്ന കാരണം സെക്രട്ടറിമാരുടെ സീറ്റ് ഒഴിവ് വരുന്നത് മൂലം പഞ്ചായത്തിൽ വർക്കിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏതായിരുന്നാലും അത് ബാധിക്കാൻ പോകുന്നതിൽ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നും അതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലിസ്റ്റിനെ ആയിരിക്കും ബാധിക്കുക എന്നുള്ള ഒരു പ്രയാസമുണ്ട്. പിന്നെ അടുത്ത ചോദ്യം പറയുന്നത് PSC ലിസ്റ്റ് നിലവിലില്ലാത്തതിനാൽ സെക്രട്ടറി തസ്തിക സ്ഥാനക്കയറ്റത്തിലൂടെ നികത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് ചോദ്യം. അപ്പൊ സ്വീകരിക്കൂല എന്ന് പറയുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അതിനുള്ള മറുപടി സ്വീകരിക്കില്ല. കാരണം ഇത് ഡയറക്ടർ സെക്രട്ടറിമാർക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഇപ്പോൾ പ്രൊമോഷൻ മൂലം നികത്താൻ സാധിക്കില്ല എന്നൊരു മറുപടിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവിടെ കൊടുത്തിട്ടുള്ള മറുപടി അങ്ങനെയല്ല. സെക്രട്ടറി തസ്തികയിലേക്കുള്ള ഒഴിവുകൾ സ്ഥാനക്കയറ്റം മുഖേന നികത്തണമെന്ന് ആവശ്യപ്പെട്ട് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നും നിവേദനം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നടപടി നടക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്ന് അനുകൂലമായിട്ട്, റിപ്പോർട്ടിന് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ, ഇവരുടെ അപേക്ഷയ്ക്ക് അനുകൂലമായിട്ടൊരു റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെയും സംഭവിക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു മറുപടി സൂചന നൽകുന്നത്. പിന്നെ അടുത്ത ചോദ്യം ഇവർ ചോദിക്കുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ടോ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം പോലെയാണ് ചോദിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ഡയറക്ടർ സെക്രട്ടറിമാർക്ക് വേണ്ടി ഇത് നീട്ടിവെക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അതിന് മറുപടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സർവീസ് സംഘടന, ഈ ഒരു സംഘടന മാത്രമല്ല മറ്റു പല സംഘടനകളും ഈ രീതിയിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ അടക്കം സമീപിക്കാനിരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വിവരം. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സർവീസ് സംഘടനകളൊക്കെ കേസിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് വരുന്നത് വരെ കാത്തു നിൽക്കേണ്ട, നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റുകൾ പ്രൊമോഷൻ മൂലം നികത്തണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഒരു പക്ഷെ അവരുടെ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ലിസ്റ്റിനെയൊക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് എത്രത്തോളം അതിന് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്ന് അനുകൂലമായിട്ടുള്ള നടപടി റിപ്പോർട്ട് വരും എന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഈ ലിസ്റ്റിനെ കൃത്യമായിട്ട് ബാധിക്കും. ഞാനിത് വീണ്ടും ഈ ഒരു കാര്യം പറയുന്നത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനോ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നുമല്ല. നമുക്കറിയാം, ഞാൻ എപ്പോഴും തുടക്കം മുതലേ പറയാറുള്ള ഒരു കാര്യമുണ്ട്, LST സെക്രട്ടറി എന്ന പോസ്റ്റ് അത്രയും റിസ്ക് ആണ്. ഇതിലേക്ക് എത്താൻ, ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുക എന്നുള്ളത് പല കടമ്പകൾ കടന്നിട്ട് വേണം. കാരണം സർവീസ് സംഘടനകൾ അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ സർവീസിലുള്ള ആളുകളുടെ പ്രൊമോഷൻ സാധ്യതകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ നിന്നുള്ള നിയമനം പരമാവധി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ എത്ര മുകളിൽ എത്തിയ ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ ജോലി കിട്ടിയെന്ന് ഉറപ്പിച്ചൊരു നിലക്ക് ഒരു കാരണവശാലും നിങ്ങൾ മടിയന്മാരായി നിൽക്കരുത്. നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളുകളാണ്. അത്ര ടഫായിട്ടുള്ള ഒരു എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനുള്ള എക്സാമിലൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കാതെ അടുത്ത പരീക്ഷകൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഇത് വരുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് ജോലിയിൽ ജോയിൻ ചെയ്യുന്നത് വരെ ഇത് കിട്ടിയെന്ന് നിങ്ങൾ ഉറപ്പിക്കുക ചെയ്യരുത്. അതൊരു കാര്യമാണ് കാര്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മൾ മടിയന്മാരെ നിൽക്കുകയും ചെയ്യും, നമ്മുടെ സമയം കഴിഞ്ഞു പോവുകയും ചെയ്യും. ഈ ലിസ്റ്റ് എന്താകും, ഇതിൻ്റെ ഭാവി എന്താകും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നായിരുന്നാലും ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ്, ഒരു അനുകൂലമായിട്ടുള്ളൊരു നടപടി PSCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. അതായത് ഈ ഡയറക്ടർ സെക്രട്ടറിമാരുടെ ലിസ്റ്റിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി PSCയുടെ ഭാഗത്ത് ഉണ്ടാവട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വരാനിരിക്കുന്ന ഒരുപാട് പരീക്ഷകളുണ്ട്. എല്ലാ പരീക്ഷകൾക്കും നന്നായിട്ട് തയ്യാറെടുത്തുകൊണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കണം അതിൻ്റെ കൂടെ തന്നെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.